ഉപ്പ് 70 രോഗങ്ങൾക്ക് ശിഫയാണ്. ഉപ്പ് 70 രോഗങ്ങൾക്ക് ശിഫയാണ്. ഉപ്പ് ചിലപ്പോൾ അപകടമായി തീരും അളവ് തെറ്റിയാൽ. ഉപ്പ് ഭക്ഷണത്തിന് മുന്നേ ഒരു നുള്ളു കഴിക്കുന്നത് സുന്നത്താണ് ലഭിക്കുമെങ്കിൽ. പത്തിരി കഴിക്കുന്നതിന് മുമ്പ്, ഉച്ചക്കേത്ത ഊണ് കഴിക്കുന്നതിന് മുമ്പ്, പ്രഭാതത്തിൽ നാസ്ത കഴിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളു കല്ലുപ്പ് നിങ്ങളുടെ മേശപ്പുറത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് കഴിക്കൽ സുന്നത്താണ്. അത് ഭക്ഷണത്തിന്റെ ദഹനത്തെ നന്നാക്കി തരികയും അജീർണത്തെ ഒഴിവാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇൽമാണ്. 70 രോഗങ്ങൾക്ക് ശിഫ ഉപ്പിലെന്ന്. നിസ്സാര കാര്യമാണോ ഇത്? നിസ്സാര കാര്യമാണോ? ഇപ്പൊ മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയലുണ്ട്, മുറിഞ്ഞേർത്ത് ഉപ്പ് വെക്കാത്തവൻ. അങ്ങനെ ഇവിടെ പറയലുണ്ടോ? അങ്ങനെ ഇവിടെ പറയലുണ്ടോ? ഈ പിശുക്കിന്റെ കടുകടുപ്പില്ലേ ദേശീയ അവാർഡ് കിട്ടിയാലുണ്ടാവുമല്ലോ, പിശുക്കത്തരത്തിൽ ദേശീയ അവാർഡ്. അതിനെന്താ പറയല്? മുറിഞ്ഞേർത്ത് ഉപ്പ് വെക്ക. അപ്പൊ മുറിഞ്ഞേർത്ത് ഉപ്പ് വെച്ചാൽ എന്തോ ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ പഴഞ്ചൊല്ല് വന്നത്? നിങ്ങൾ പറയും, മുറിഞ്ഞെടുത്ത് ഉപ്പ് വെക്കാത്തോ എന്നുള്ള പഴഞ്ചൊല്ല് എങ്ങനെ വന്നു? നിങ്ങൾ പറയും, നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ. അന്നെല്ലാം പീടിയേന്റെ പുറത്താ ഉപ്പ് വെക്കുക, ബാക്കി എല്ലാ സാധനവും പൂട്ടിയിടും. പഴയ കാലത്ത് മരത്തിന്റെ ഒരു പത്തായം ഉണ്ട് ഉപ്പ് വെക്കുന്നത്, എല്ലാ പീടിയിലുണ്ടായിനാ. എൻ്റെ നാട് പഴയ ഗ്രാമമാണ്. അപ്പൊ അവിടെയെല്ലാം ഉപ്പ് വെക്കുന്ന അത് പ്രശ്നമില്ല, ആരും കട്ടോണ്ട് പോവുകയും ചെയ്യില്ല. പിന്നെ ഈ മാങ്ങയിൽ എറിഞ്ഞു നിന്ന പിള്ളേർ ആ പത്തായത്തിന്റെ പുറത്ത് കുറച്ച് ഉപ്പെല്ലാം ഉണ്ടാവും, അതെടുത്ത് കഴിക്കുകയും ചെയ്യും. ഉപ്പ് മരുന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, മുറിഞ്ഞെടുത്ത് ഉപ്പ് വെക്കാത്തോ എന്നുള്ള പ്രയോഗം എന്തുകൊണ്ട് വന്നു? എൻ്റെ ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറയും. അതൊന്ന് തെറ്റിപ്പറഞ്ഞ വാക്കല്ല. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? പഴയ കാലത്ത് മഹത്തുക്കൾ പറയുന്ന വാക്കുകളാണ്, മഹാന്മാർ പറയുന്ന വാക്കുകളാണ്. അതിന് ആപ്തവാക്യങ്ങൾ എന്ന് പറയും. ആപ്തവാക്യങ്ങൾ മനസ്സിലായില്ലേ? ആപ്തവാക്യങ്ങൾ എന്നാണ് പറയുക. ഇതൊക്കെ വലിയ അറിവുകളാണ് നൽകുന്നത്. അപ്പൊ ഉപ്പ് കഴിച്ചു എന്നതിന് ഇപ്പൊ പ്രഷർ കൂടുന്നതിന്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും അത് നല്ലതാണല്ലോ. ഈ പലർക്കും പ്രഷർ കൺട്രോൾ ആവാത്തത് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കുക, നല്ലതാണ്. സത്യത്തിൽ ഇതെല്ലാം ഫീസ് തന്നാലോ പറഞ്ഞു കൊടുക്കല്, അങ്ങനെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇങ്ങനെ വാതിന് വന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ എണ്ണം കുറയും. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ഫീസ് തന്നാൽ പറയേണ്ടതാണ്. സാരമില്ല, നിങ്ങൾ വയ്യെന്തെങ്കിലും നമ്മൾ ഈ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ, അല്ലേ, പള്ളിയുടെ ഹൗദിന്റെ കാര്യത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ യാത്രക്കാരായ സ്ത്രീകൾക്ക് എന്തോ നിസ്കരിക്കാൻ വേണ്ടി ഒരു ജാഗ, അല്ലേ, ഒരു ചെറിയൊരു മുസല്ല ഒരുക്കണം എന്ന് പറയുന്നുണ്ട്, അതിന് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ആഴ്ചക്കും മാസത്തിലും ആയിരക്കണക്കിന് രൂപ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലതും ഔഷധമാണ്, രോഗം ശിഫയാകുന്ന കാര്യമാണ്. അപ്പോൾ കൺസൾട്ടിങ് ഫീസ്, സ്കാനിങ്ങിൻ്റെ പൈസ, മരുന്നിൻ്റെ പൈസ എല്ലാം കൂടി കണക്കൂട്ടിയിട്ട് ഇന്ന് എത്ര പൈസ നിങ്ങൾ ഓരോരുത്തരും? അല്ല, അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഒന്ന് കണക്കൂട്ട്. ഒരു ഡോക്ടറെ പോയി കാണാനുള്ള ഫീസ് കണക്കൂട്ട്. അത് 500 രൂപ ഫീസ് വാങ്ങുന്ന ആസ്പത്രിയാണെങ്കിൽ അതിൻ്റെ കഥ കണക്കൂട്ട്. മാസത്തിൽ 2 വട്ടം പോയ 1000 രൂപ അതിന് പോയി. ഇന്നത്തെ ഒറ്റ ഡോക്ടറും ഒരു 10 ടെസ്റ്റും എഴുതാണ്ട് മരുന്ന് എഴുതൂല. ഏത് മനസ്സിലാകുന്നുണ്ടോ? RBS നോക്കേണ്ടി വരും, ESR നോക്കേണ്ടി വരും, FB നോക്കേണ്ടി വരും. അങ്ങനെ FB തന്നെ ഫേസ്ബുക്ക് അല്ല, ഇങ്ങനെ പലതും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ്. ഓക്കെ, അങ്ങനെ ഇത് പലതും എഴുതി തന്ന് അവസാനം എല്ലാം നില്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സംഭവം പൈസ കിട്ടി, ബാക്കി നില്ലായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മക്കൊരു റാഹത്താണ് ടെസ്റ്റ് ചെയ്താൽ, അല്ലേ? അങ്ങനെയുണ്ട്, ഒരു വലിയ സമാധാനമാണ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ. ചില ആളെല്ലാം എന്നോട് ചോദിക്കല്ല എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന്. ചില ആൾ കാണിക്കാൻ വന്നാൽ അല്ല എക്സ്റേ ആയിട്ട് എടുക്കണം, സ്കാനിങ് ആയിട്ട് ചെയ്യണം. ഞാൻ പറയും, ഞാൻ ഈ 3 വിരൽ നോക്കിയിട്ടുള്ള 3 വിരൽത്തുമ്പ് വെച്ചിട്ടുള്ള സ്കാനിങ് ആണ് എൻ്റെ സ്കാനിങ്. അതിനപ്പുറം സ്കാനിങ് വേണ്ട. കൃത്യമായി രോഗം മനസ്സിലാവും. അള്ളാഹിൻ്റെ ഫضൽ കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയൻസിൻ്റെ മഹത്വം കൊണ്ട്, ശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട്, ഗുരുനാഥന്മാരുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്കാനിങ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങളതൊന്ന് കണക്കൂട്ടിയിട്ട് ഇന്ന് പോകുമ്പോൾ നമുക്ക് പൈസ തരണം, അല്ലാണ്ട് ഇതിപ്പോൾ നടക്കൂല. അത്രയും വിലപ്പെട്ട കാര്യമാണ് പറയുന്നത്. 1000-ഓ 10,000-ഓ തുക ചെലവഴിച്ചിട്ടും
രോഗം ശിഫയായില്ലെന്ന് ആവലാതി പറയുന്ന പല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നിശ്ചയം അള്ളാന്റെ കലാമിന്റെ മഹത്വത്തിലൂടെ പറയണത്. അപ്പൊ പ്രഷർ കൂടുന്നത് പലർക്കും മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആവാത്തത് ഒന്ന് കേട്ടോളി, ശ്രദ്ധിച്ചോളി. പ്രഷർ ശരിക്കും കൺട്രോളായി വരാത്തതിന്റെ കാരണം ഒന്ന് ബേജാറാണ്. തൊട്ടേനും എടുത്തേനും ബേജാറ്, വേവലാതി എന്ന് പറയില്ലേ, വെറുതെ പേടി. മോള് കല്യാണം കഴിയുന്നത് വരെ കല്യാണം കഴിയാത്തതിന്റെ ബേജാറ്, കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാത്തതിന്റെ പേടി, പ്രഗ്നന്റ് ആയാൽ എൻ്റെ മോൾ എങ്ങനെയാ പറയുക, എൻ്റെ മോൾ എങ്ങനെയാ, പ്രസവിക്കുന്നത് വരെ ഇവളെ ബേജാറ്, പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് വളരുന്നതിന്റെ ബേജാറ്, പിന്നെ ഓളെ കല്യാണത്തിന്റെ ബേജാറ്. സബ്ജക്റ്റ് എപ്പോഴും ഉണ്ടാവും. നമ്മളെ സ്ത്രീകളെ കാര്യമാണ് പറയുന്നത്, മനസ്സിലാക്കണം. കാരണം വെറുതെ ഉണ്ടാക്കി ബേജാറാവുക. ഭർത്താവ് ഗൾഫിലേക്ക് പോയി കിട്ടാൻ ബേജാറ്, അതിന് ദ്വാരക്കുമ്പോൾ ബേജാറ്, ദ്വാ കഴിഞ്ഞിട്ട് ബേജാറ്, പോകുന്ന യാത്രക്ക് ബേജാറ്, അവിടെ എത്തിയ ബേജാറ്. എപ്പോഴാ ബേജാറ് കഴിഞ്ഞാൽ നേരമുള്ളത്? നിങ്ങൾ പറയും സഹോദരന്മാരെ, എപ്പോഴാണ് ബേജാറൊഴിഞ്ഞ സമയമുള്ളത്? തവക്കുൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാര്യം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇന്നേ വരെ കൊണ്ടുവരാത്ത വിഷയമാണ്. മാനസിക വൈകല്യങ്ങൾ നമ്മളിൽ കൂടാനുള്ള കാരണം, മാനസിക രോഗങ്ങൾ നമ്മളിൽ വർദ്ധിക്കാനുള്ള കാരണം, ഇത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. മാനസിക രോഗം എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന, ഇന്നി അതവക്കലു, നിശ്ചയം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചു, ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ഇങ്ങനെ പറയാൻ അറിയുമോ? ഇല്ല. ഇന്നി അതവക്കലു ഇലൈക ബിസ്മിക്കൽ അലീം, ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അറിയുമോ? അറിയില്ല. പിന്നെന്താ അറിയൽ? ബേജാറാവാൻ അറിയാം, വെറുതെ ബേജാറാവുക. അല്ലാഹുവേ, എൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തു പറയാൻ നമ്മൾ എപ്പോഴാ പഠിക്കുക? എന്ന് പറയാൻ എപ്പോഴാണ് പഠിക്കുക? എത്ര ഇൽമിന്റെ മജ്‌ലിസിലിരുന്നു, എത്ര ആത്മീയ സദസ്സിലിരുന്നു, എത്ര മഹത്തുക്കളെ കണ്ടു. ആയിരക്കണക്കിന് ആളുകൾ ആവലാതി പറയാൻ ചുറ്റും കൂടുമ്പോഴും സുസ്മേരവദനരായി സന്തോഷത്തോടെ ആളുകളുടെ പരാതി കേൾക്കുന്ന മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ധൈര്യം എന്താണ്? ഇന്നി അതവക്കലു ഇലൈക, അല്ലാഹുവേ, നിശ്ചയം എൻ്റെ കാര്യം ഞാൻ നിന്നിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറയാൻ പഠിക്കണം. ഈ ബേജാറുകാർ ഇത് പറയാത്തവരാണ്. എപ്പോഴും പ്രയാസം പറയുന്നവർ ഇത് പറയാത്തവരാണ്. അപ്പൊ നിങ്ങളുടെ പ്രഷർ കൂടുന്നത്, പ്രഷറിന്റെ കംപ്ലൈന്റ് പരിഹരിക്കപ്പെടാതെ പോകുന്നത്, മാനസിക അസ്വസ്ഥത കൂടുന്നത്, ഉറക്കം ശരിയായ രൂപത്തിൽ നടക്കാത്തത്, ഇന്നി അതവക്കലു ഇലൈക, അല്ലാഹുവേ, നിശ്ചയം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വമൻ യതവക്കലിൽ മുതവക്കലൂൻ, ഖുർആൻ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ, അവന്റെ കാര്യത്തെ ഭരമേൽപ്പിച്ചാൽ അല്ലാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അവൻ ഭാരമേറ്റെടുക്കപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി പറയട്ടെ ലളിതമായിട്ട്. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് അവനവന്റെ കാര്യം അവനവൻ തന്നെയാണ് നടത്തുന്നത്, ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല? ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നടത്തുന്നത്, എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യവും നടന്നു പോകുന്നത്. ഇത് അപകടമാണ്. ഞാനല്ല എൻ്റെ കാര്യം നടത്തുന്നത്. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു ദിവസം 99 തവണ ചൊല്ലുന്നവർക്ക് ശാരീരിക മാനസിക അസുഖങ്ങൾ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എത്ര എളുപ്പമുള്ള ദിക്റാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ദിക്ർ, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളത്തെ കൃത്യമാക്കുന്ന ദുആ
ലാ ഹൗല വലാ ഖുവത. ഇതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. അറിയാമായിരുന്നു. എന്നിട്ട് എന്തേ? ഇല്ല, ഞങ്ങൾ പിന്നെ കോഴിക്കോട്ടേക്ക് പോയി, അവിടുത്തെ മംഗലാപുരത്ത് പോയി, പിന്നെ മദ്രാസിൽ ആരോട്ട് എന്നിട്ട് അവിടെയും പോയി. ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. വല്ലതും ശരിയാവോ? ഒന്നും ശരിയാവാനും പോകുന്നില്ല. കാരണം അനുഭവത്തിൽ ഇന്നേ വരെ ഒന്നും ശരിയായതായിട്ട് അനുഭവത്തിലില്ല.